നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തിപ്പെടുത്തിയ ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത 62.50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തൃത്തല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിൽ ഇടിച്ച് അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പുനയൂർകുളം അണ്ടത്തോടിൽ വൻ കഞ്ചാവ് വേട്ട. 3 പേർ പിടി. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തിപ്പെടുത്തിയ ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത 62.50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി ദേശീയപാതയിൽ മുടിക്കോട് പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള സ്വകാര്യ ബസിൽ യാത്ര ചെയ്തിരുന്ന ഉദയശങ്കറിന്റെ പക്കലാണ് രേഖകളില്ലാത്ത പണം കണ്ടെത്തിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ റോയ് വി ജെ, ഇൻസ്പെക്ടർ എൻ സുദർശനകുമാർ, സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി പണം പിടികൂടിയത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. തൃത്തല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിൽ ഇടിച്ച് അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ചാവക്കാട് തിരുവത്ര EMS നഗറിൽ കിളർപള്ളിക്ക് സമീപം താമസിക്കുന്ന തേച്ചൻ വീട്ടിൽ അഹമ്മദ് കുട്ടിയുടെ മകൻ 60 വയസ്സുള്ള അബ്ദുൾ മജീദാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ ഉണ്ടായ അപകടത്തിൽ കുട്ടികളടക്കം ചാവക്കാട് സ്വദേശികളായ കുടുംബത്തിലെ 6 പേർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് തിരുവത്ര സ്വദേശികളായ രാമി വീട്ടിൽ അലി, ഭാര്യ ഷഹർബാൻ, മക്കളായ ഖദീജ, ഫാത്തിമ, ഐഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. അപകടത്തിൽ വാരിയെല്ല് തകർന്ന് വയറിനുള്ളിൽ തുളഞ്ഞുകയറി പരിക്കേറ്റ അബ്ദുൾ മജീദ് ചൊവ്വാഴ്ച വൈകിട്ടാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അലിയെ പിന്നീട് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും സാരമായാണ് പരിക്കുണ്ട്. പെരിഞ്ഞനത്തെ ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിച്ചത്. പുനയൂർകുളം അണ്ടത്തോടിൽ വൻ കഞ്ചാവ് വേട്ട. 3 പേർ പിടി. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തിയ 67 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പിക്കപ്പ് വാൻ ഡ്രൈവർ കോട്ടയം മങ്കിലേത്തു വീട്ടിൽ ലിൻഡോ ജോസഫ്, വാഹന ഉടമ പോങ്ങണംകാട് സ്വദേശി തീയത്തുപറമ്പിൽ അനീഷ്, ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിക്കൊടുത്തു വിട്ട കോട്ടയം സ്വദേശി കൊല്ലംപറമ്പിൽ തോമസ് കുര്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും വടക്കേക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. നേരത്തെ പിടിയിലായ ലിൻഡോ ജോസഫിൽ നിന്നാണ് മറ്റ് 2 പ്രതികളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 1 കോടിയോളം രൂപ വില വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മൊത്ത വിതരണത്തിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് പിടികൂടിയത്. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തുന്നു. കയ്പമംഗലം 3 പീടിക, പെരിഞ്ഞനം, കൊറ്റംകുളം പടിഞ്ഞാറ്, കാളമുറി തുടങ്ങിയ മേഖലകളിലാണ് ഈയിടെ കാട്ടുപന്നികളുടെ സാന്നിധ്യം വർദ്ധിച്ചത്. ഈ മേഖലയിൽ ഇവ വളരെ പെട്ടെന്ന് പെരുകുകയായതാണ് സംശയം. ഇന്ന് രാവിലെ ദേശീയപാതയിൽ 3 പീടിക ബൈപ്പാസ് റോഡിലെ വഴിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം റോഡിലിറങ്ങിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. 6-ലധികം പന്നികളെയാണ് ഇവിടെ കണ്ടത്. പലയിടത്തും കൃഷിയിടങ്ങളിൽ പന്നിക്കൂട്ടം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപകടങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. UDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കാളമുറി നോബൽ പാലസിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, PMA ജബ്ബാർ, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ,
കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി.കെ. സെയ്ദ് മുഹമ്മദ്, DCC അംഗം മണി കാവുങ്ങൽ, KB അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ, UDF മണ്ഡലം കൺവീനർ KK സക്കരിയ, അനസ് അബൂബക്കർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രിമാരും ഭരണകർത്താക്കളും ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. ആ 1.5 ലക്ഷം കോടി രൂപയുടെ പൊതുകടത്തെ വെറും 10 വർഷം കൊണ്ട്, ഈ 1.5 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് 60 വർഷമായിട്ടുള്ള പൊതുകടമാണ്. ആ പൊതുകടത്തെ 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടി രൂപയുടെ പൊതുകടമാക്കി മാറ്റിയാണ് ഇവർ വലിയ വികസനം പറയുന്നത്. സമസ്ത മേഖലകളിൽ നിന്നും കടമെടുക്കുകയാണ്. എന്നിട്ട് ഇവർ വികസിപ്പിക്കുന്നത് എന്താണ്? വികസിപ്പിച്ചത് നിങ്ങൾക്കറിയാലോ. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ വ്യക്തികളുടെയും തലയിൽ പൊതുകടമായി പെർ ഹെഡ് 2 ലക്ഷം രൂപ വീതം തന്നിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. കാഞ്ഞാണി പെരുമ്പഴപ്പാടത്ത് കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മാലൂർ കോഴിപ്പറമ്പിൽ വീട്ടിൽ അഭിഷേകിനാണ് പരിക്കേറ്റത്. പുലർച്ചെയായിരുന്നു അപകടം. കണ്ടശാങ്കടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചാവക്കാട് പൊന്നാനി ഹൈവേയിൽ വെളിയങ്കോട് മേൽപ്പാലത്തിന് മുകളിൽ ഭക്ഷ്യ മാംസമാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. ഹൈവേയിൽ പലയിടങ്ങളിലും ചാക്കിൽ കെട്ടിയ നിലയിൽ മാലിന്യങ്ങൾ തള്ളിയതായി കാണാം. പുഴുവിരിച്ച നിലയിലും ദുർഗന്ധം വന്നതോടുകൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രികാലങ്ങളിൽ മാലിന്യങ്ങളുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആറാട്ടുപുഴ മന്ദാരക്കടവ് വൃത്തിയാക്കി തുടങ്ങി. പുഴയിൽ അടിഞ്ഞുകൂടിയ മൺകൂനകൾ ജങ്കാർ ഇറക്കി അതിനു മുകളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തള്ളി നീക്കിയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 150ഓളം മീറ്റർ നീളത്തിലാണ് മണ്ണ് നീക്കുന്നത്. തേവരും ഭഗവതിമാരും അർദ്ധരാത്രി മുതൽ മന്ദാരക്കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് സങ്കല്പം. തേവർക്കും ഊരകത്തമ്മ തിരുവടിക്കും ചേർപ്പ് ഭഗവതിക്കും അന്തിക്കാട് ഭഗവതിക്കും മന്ദാരക്കടവിൽ മണ്ഡപം ഒരുക്കാറുണ്ട്. ആറാട്ടുപുഴ ശ്രീ ശാസ്ത പൂരത്തിന് കൊടിയേറി. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രത്തിലെ ഊരാളൻ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിക്കയറിൽ കൊടിക്കൂറ അലങ്കരിച്ച ശേഷം കൊടിമരം ദേശക്കാരാണ് ഉയർത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, അംഗം അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ UR അനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് പങ്കെടുത്തു. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. മാളയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതിപ്പാലം സ്വദേശി മേൽവീട്ടിൽ 19 വയസ്സുള്ള ശ്രീദേവാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പഠനത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് മരണത്തിന് കാരണമെന്ന് പറയുന്നു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ജീവനക്കാരിയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. ഉടമയുടെ പരിചയക്കാരൻ എന്ന് പരിചയപ്പെടുത്തിയാണ് പിൽസ്നൗ എന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 3500 രൂപ തട്ടിയെടുത്തത്. കഴിഞ്ഞ ദിവസം പട്ടാപകൽ ജീവനക്കാരി മാത്രമുള്ളപ്പോഴായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിൽ പെട്രോൾ പമ്പിന് പിറകിലായുള്ള പിൽസ്നൗ മെഡിക്കൽ ഷോപ്പിലാണ് തട്ടിപ്പ് നടന്നത്. 17,000 രൂപ ഉടമസ്ഥൻ തരാൻ പറഞ്ഞതായി ആവശ്യപ്പെടുകയും അത്രയും പണം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 3500 രൂപ നൽകുകയുമായിരുന്നു. ബാക്കി വാങ്ങുവാൻ ഒരു സ്ത്രീ പിന്നീട് വരുമെന്ന് പറഞ്ഞ് ഇയാൾ പണം വാങ്ങി പോവുകയായിരുന്നു. പിന്നീട് ഉടമസ്ഥനെ വിളിച്ച് ജീവനക്കാരി കാര്യം പറഞ്ഞപ്പോഴാണ് തട്ടിപ്പ് നടന്ന കാര്യം മനസ്സിലായത്. CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികളായ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷ എതിരെ വന്ന ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിലിടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തളിക്കുളങ്ങര നാഗത്താൻകാവ് പരദേവതാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിനോദൻ മാസ്റ്റർ അനുസ്മരണ ചടങ്ങും കവിയരങ്ങും ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു.
സോമൻ തളിക്കുളം, രാജു വെന്നികൽ, സജീവ് KV രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ K ദിനേശ് രാജ, ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, വിനോദ് വാക്കയിൽ, സുവിൻ കൈമംഗലം, നോമി കൃഷ്ണ, സുരേഷ് മാപ്രാണം, KV രാമചന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. സാന്ത്വനം എന്തിലൂടെ നേടുന്നു എന്നുള്ളതാണ്. അതവൻ്റെ സർഗസൃഷ്ടി കൊണ്ട് തന്നെയാണ്. അവൻ സ്വന്തമായിട്ടത്. കോതകുളം വട്ടപ്പരത്തി ഷൺമുഖ ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5 ശാഖകളിൽ നിന്നായി വിവിധതരം പീലിക്കാവടികളും പൂക്കാവടികളും ബാൻഡ് വാദ്യവും നാദസ്വരവും ശിങ്കാരിമേളവും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൈൻ മുറിയപ്പുരയ്ക്കൽ, അമ്പിളി പട്ടാലി, ഉണ്ണിക്കളത്തിൽ, ശ്രീജിൻ സജീവൻ, പ്രമീള രാമചന്ദ്രൻ, താര മുകുന്ദൻ, നീന അനിൽകുമാർ, ജൂബി, വേണു, ജ്യോതി, യതീന്ദ്രൻ, നവീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ഫ്രിഡ്ജിൽ കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. ഫ്ളാറ്റിനുള്ളിൽ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി ജഡം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ദമ്പതികളായ ചാത്തയടത്ത് പറമ്പിൽ അനാപ്പുഴ സ്വദേശി അഭിഷേക് പറവൂർ, കൈതാരം സ്വദേശി അപർണ കൃഷ്ണദാസ് എന്നിവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് ജഡം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ചോദ്യം ചെയ്യലിനും ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ട് 4:15 കൂടിയാണ് ഭ്രൂണം കണ്ടെടുത്തത്. ഭ്രൂണത്തിന് 3 മാസത്തോളം പ്രായമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് അഭിഷേകിനെയും അപർണയെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 20-ാം തീയതി രാത്രി കടുത്ത വയറുവേദനയെ തുടർന്ന് ഫ്ളാറ്റിലെ ശൗചാലയത്തിൽ വെച്ചാണ് കുഞ്ഞ് പുറത്തു വന്നത് എന്നാണ് അപർണ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു തനിക്ക് പ്രസവശേഷം ഭ്രൂണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്നും പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. LDF കൊടുങ്ങല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ ആവേശകരമായി. പ്രവർത്തകരും അനുയായികളും ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഒരുക്കിയതോടെ പ്രചാരണത്തിന് ഉത്സാഹം കൂട്ടി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും വികസന വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. LDF നേതാക്കളും പ്രവർത്തകരും സജീവമായി പങ്കെടുത്ത കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് ആവേശം ശക്തമാകുന്നതായി മാറി. 140 കോടിയിലധികം വരുന്ന ഭാരതീയരുടെ അഭിമാനവും ആവേശകരവുമായ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗിലി വെങ്കയ്യ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സംഭവ ബഹുലമായ ജീവിതകഥയും ദേശീയ പതാകയുടെ ചരിത്രവും CBSE 7ാം ക്ലാസ് മലയാള പാഠാവലി. പിംഗലി വെങ്കയ്യയെ കുറിച്ച് പ്രവാസി എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണം തയ്യാറാക്കിയ ലേഖനമാണ് മലയാള പാഠാവലിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ചന്ദ്രാപിനി സ്വദേശിയായ സതീഷ് കുമാർ വിശാഖപട്ടണം പാട്ടോർമ്മകൾ @365 എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മലയാള ഗാന സാഹിത്യ രംഗത്തെ ഏറെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. തന്റെ പ്രവാസ ജീവിതത്തിനിടയിലായിരുന്നു ദേശീയ പതാകയുടെ ശില്പിയെയും അതിന്റെ ചരിത്ര വഴികളെക്കുറിച്ചും അറിയുന്നതും എഴുതുന്നതും. ദേശീയ പതാകയ്ക്ക് വേണ്ടി പിംഗലി വെങ്കയ്യ നേരിട്ട വെല്ലുവിളികളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കി അവയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അബല്യൂട്ട് എഡ്യൂക്കേഷൻ CBSE മലയാളം പാഠാവലിക്ക് വേണ്ടി ഈ ലേഖനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. UDF നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. കേരളത്തിൽ കമ്മ്യൂണിസം നശിച്ചുവെന്ന് ശിവൻ കണ്ണോളി. കേരളത്തിൽ കമ്മ്യൂണിസം നശിച്ചു പോയെന്ന് മുൻ KPCC മെമ്പർ ശിവൻ കണ്ണോളി പറഞ്ഞു. കേരളത്തിൽ പിണറായി ഭരണം വന്നതോടെ കമ്മ്യൂണിസമല്ല പിണറായിസമാണ് കേരളത്തിൽ വളർന്നതെന്നും ഇതിലൂടെ കമ്മ്യൂണിസം നശിച്ചു പിണറായിസമാണ് വളർന്നതെന്നും ശിവൻ കണ്ണോളി കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെ വിജയിപ്പിക്കുന്നതിനായി UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ KA കബീർ സ്വാഗതം പറഞ്ഞു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലു, DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, PH മുഹമ്മദ്, CA ഇബ്രാഹിം, KK സിദ്ദിഖ്, നിയാസ് പണാട്ട്,
PK ഷാഹുൽ ഹമീദ്, KA റഷീദ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് കഴിമ്പ്രത്ത് സ്വീകരണം നൽകി. ആഗോള മലയാളി സംഗമവും അയ്യപ്പ സംഗമവും. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ജയിൽ മോചിതനായി. 11 വർഷത്തിനു ശേഷമാണ് ജയിൽ മോചിതനാകുന്നത്. ഭാര്യ ഷൈനിയും സഹോദരനും അടുത്ത സുഹൃത്തുക്കളും രൂപേഷിനെ സ്വീകരിക്കാൻ ജയിലിലെത്തിയിരുന്നു. 43 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന രൂപേഷിന് എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചിതനായത്. മാവോവാദവുമായി ബന്ധപ്പെട്ട 43 കേസുകളിൽ മിക്കവയും കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട്. 15 കേസുകളിൽ ഇനി വിചാരണ പൂർത്തിയാകാനുണ്ട്. ജയിലിന് പുറത്തുവെച്ച് മാധ്യമങ്ങളെ കണ്ട രൂപേഷ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. തന്റെ പുസ്തകം പുറത്തിറങ്ങാതെ ഇരിക്കാൻ കാരണം ഇടതുമുന്നണി സർക്കാരാണ്. പുസ്തകത്തിൽ കഥാനായകനായിരുന്ന പിണറായി വിജയന് അതിൽ പോസിറ്റീവ് റോളായിരുന്നു. MA ബേബിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഭരണ സംവിധാനമാണ് ഇതിന് തടസ്സം നിന്നതെന്ന് രൂപേഷ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ സജിൽ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. ഭരണി ആഘോഷ നാളുകളിൽ ക്ഷേത്രത്തിനും പരിസരത്തുമായാണ് ചിത്രീകരണം നടന്നത്. ക്ഷേത്രത്തിലെത്തിയ കോമരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി വീഴ്ത്തുന്ന രംഗവും ചിത്രീകരിച്ചിരുന്നു. ഇത് യഥാർത്ഥ സംഭവമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി. ഡോക്യുമെന്ററി, സിനിമ എന്നിവയുടെ ഷൂട്ടിങ്ങിനായി ക്ഷേത്ര പരിസരം ഉപയോഗിക്കരുതെന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയത്. അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ അപേക്ഷ നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് നിഷേധിക്കുകയായിരുന്നു. മരുതയൂരിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. പാലയൂർ സ്വദേശികളായ യാസിഫ്, മിഥുൻ ദാസ് എന്നിവർക്കാണ് കുത്തേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. പരിക്കേറ്റ 2 പേരെയും ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തിപ്പെടുത്തിയ ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത 62.50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തൃത്തല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിൽ ഇടിച്ച് അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പുനയൂർകുളം അണ്ടത്തോടിൽ വൻ കഞ്ചാവ് വേട്ട, 3 പേർ പിടി. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തും. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.